നിങ്ങൾ ആവശ്യമില്ലാതെ പൈസ ചെലവാക്കിയാലുണ്ടല്ലോ. ഇല്ല, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ശരി. അടുത്തുള്ള ജംഗ്ഷനിൽ അമ്മയൊന്ന് ഇറക്കുമോ? തിരിച്ചു വരുമ്പോൾ പേയ്മെന്റ് ചെയ്തേക്കാം. ഇറക്കാം. അമ്മേ, അമ്മ മോൻ പറഞ്ഞ ജംഗ്ഷൻ ഏതാ? ഇവിടെ എവിടെയാ? സിന്ധു ടീച്ചറെ, എന്നെ മനസ്സിലായ? മനു ടീച്ചറെ. അല്ലെ നിന്റെ വീടിൻ്റെ അടുത്തല്ലേ നമ്മളെ സിന്ധു ടീച്ചറിന്റെ വീട്? തന്നളിയാ. എടാ, സിന്ധു ടീച്ചറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? ടീച്ചറെ കാര്യം വളരെ കഷ്ടമാടാ. അവരെ ഓർമ്മയൊക്കെ നശിച്ച്. ഒരു മോനുണ്ട്, അവൻ തിരിഞ്ഞു നോക്കാറില്ല. എടാ, ടീച്ചറുടെ മോനാണെന്ന് ഒരുത്തൻ അവിടെ ജംഗ്ഷന് കൊണ്ടാക്കാൻ പറഞ്ഞു ടീച്ചറെ. ഇവിടെ ആണെങ്കിൽ ഒരു അഗതി മന്ത്രം മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാക്കിയിട്ട് വരാനൊരു മനസ്സില്ല. നീ ആവശ്യമില്ലാത്ത വളരെ തലവെക്കല്ലേ. നീ അവൻ പറഞ്ഞ പോലെ അവർ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടാക്കിട്ട് പൊക്കോ. നീ ഒരു കാലത്ത് കൂടെ പിടിക്കുന്നത് എടുത്തോണ്ട് പോ. കനവേ കൈകൾ മീറി പോകാതെ മനമേ കൊഞ്ചം തേരിട്. ഉലകെ ഇരുൾ കൂടി പോനാലും മുനയും നീയെ താങ്ങിട്. എൻ്റെ പൈസടാ. ഒഴിവാക്കിയാണെന്ന് മനസ്സിലായി. എടാ, മൃഗാശുപത്രിയുടെ മുമ്പിൽ കൊണ്ട് പട്ടി വലിച്ചെറിയുന്ന കണ്ട സ്വന്തം അമ്മയെ കൊണ്ട് ഇട്ടിട്ട് പോന്നു. എടാ, നിന്നെ അവർക്ക് ഓർമ്മ കാണത്തില്ലായിരിക്കും, പക്ഷെ നിനക്ക് ഓർമ്മയില്ല അത് അമ്മയാണ്. മനുഷ്യനാണ്, എപ്പോഴും തടി ഇങ്ങനെ ആയിരിക്കത്തില്ല. കനവേ കൈകൾ മീറി പോകാതെ മനമേ കൊഞ്ചം തേരിട്. ഉലകെ ഇരുൾ കൂടി പോനാലും മുനയും നീയെ താങ്ങിട്. മോനെ, നീ എന്താ പഠിക്കാത്ത? നല്ലോണം പഠിക്കണ്ടേ? പഠിച്ച് വലിയ ആളാവും.